നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആണും പെണ്ണും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇലക്ട്രിക് കെറ്റിലുകൾ എന്നത് പലർക്കും ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മയാണ്. ഹോസ്റ്റൽ കാലത്ത് കാപ്പിയിടാനും മാഗി ഉണ്ടാക്കാനുമെല്ലാം കെറ്റിലുകളാണ് ഉപയോഗിച്ചിരുന്നത്. വളരെ സൗകര്യപ്രദമായ ഒരു അടുക്കള ഉപകരണമാണ് ഈ കെറ്റിലുകൾ. ഇവ ഉപയോഗിക്കാൻ വേറെയും രസകരമായ വഴികളുണ്ട്. നമ്മുടെ ദൈനംദിന ജോലികളിൽ പലതും എളുപ്പമാക്കാൻ ഈ കെറ്റിലുകൾ ഉപയോഗിക്കാൻ പറ്റും. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നാം എങ്കിലും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ കെറ്റിലുകൾ. നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് അരി കഴുകിയതിന് ശേഷം അരിയിൽ പച്ചവെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്നതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് അരിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ച് നമ്മൾ ചോറ് വെച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് വളരെയധികം ലാഭിക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ അരി തിളച്ച് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ അതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതാണിത്. ഇനി നമ്മളിത് മൂടി വയ്ക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തിളച്ച് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് ചോറുണ്ടാക്കി എടുക്കാനും പറ്റും. ഗ്യാസിലാകുമ്പം ഇത്രയും വെള്ളം തിളച്ച് വരണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കുകയും ചെയ്യും. അത്രയ്ക്ക് തന്നെ നമുക്ക് ഗ്യാസും നഷ്ടമാകും. ഈ കെറ്റിലിൽ ആണെങ്കിൽ നമുക്ക് നൊടിക്കുന്ന നേരത്തിൽ തന്നെ വെള്ളം തിളച്ച് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് വെള്ളം അല്പം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ കെറ്റിലിൽ വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചോറ് വറുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അതുപോലെ നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് കപ്പ നമ്മളിങ്ങനെ കൊത്തി നുറുക്കി കഴുകി നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് വെച്ചാൽ ആ വെള്ളവും ഈ കപ്പയും കൂടെ തിളച്ച് വരണമെങ്കിൽ കുറേ സമയമെടുക്കും. നമുക്ക് ഒത്തിരി ഗ്യാസും നഷ്ടമാണ്, സമയവും നഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കപ്പ കൊത്തി നുറുക്കി നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്യാസ് ഓണാക്കുക. അതിനുശേഷം ആ ഒരു ടൈം തന്നെ നമ്മൾ കെറ്റിലിൽ വെള്ളം കൂടെ തിളപ്പിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ടിക്കുന്ന നേരത്തെ തന്നെ നമുക്ക് കപ്പ തിളച്ച് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയനഷ്ടം അതുപോലെ തന്നെ ഗ്യാസും നഷ്ടമാകും. അപ്പോൾ നിങ്ങൾ കപ്പയൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ടുള്ള കെറ്റിലിൻ്റെ ഒരു ഉപയോഗം എന്നത് നമുക്ക് ഈസി ആയിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലൊരു കെറ്റിലുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കെറ്റിലിൽ ആവശ്യത്തിന് പുഴുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുട്ട പതുക്കെ വെച്ച് കൊടുക്കുക, പൊട്ടിപ്പോകരുത്, പതുക്കെ വെച്ച് കൊടുക്കുക. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഓണാക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ ഉടനെ എടുക്കരുത്, ഒരു 10 മിനിറ്റ് അതിൽ വെച്ചേക്കണം. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ കിടന്ന് ഇത് നല്ലതുപോലെ നമുക്ക് പുഴുങ്ങി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ നമ്മളിതെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാവുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടോ ഞാൻ ഇതൊന്ന് തണുത്ത വെള്ളത്തിലൊക്കെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ടോ, മുട്ട നമുക്ക് പൊളിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. ഇതുണ്ട്, ഉൾഭാഗമൊക്കെ കണ്ടോ, നന്നായിട്ട് തന്നെ ഇത് നമുക്ക് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊരു നൂഡിൽസ് ഒക്കെ കഴിക്കാൻ ഒരു കൊതിയൊക്കെ തോന്നിയാൽ ഇതുപോലെ നമുക്കൊരു കെറ്റിലുണ്ടെങ്കിൽ അനായാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ കെറ്റിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊന്ന് മുറിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നൂഡിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് തിളച്ച് വന്ന അന്നേരം തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫാകും. അങ്ങനെ ഓഫാക്കിയാൽ ഉടനെ നമ്മളത് എടുക്കേണ്ട, ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇത്. നന്നായിട്ട് തന്നെ നമുക്കത് കറക്റ്റ് അതിൻ്റെ ആ ഒരു പാകത്തിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആ ചൂടോട് കൂടി തന്നെ ഞാനിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ മസാലയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചേക്കുക കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു മസാല എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ എങ്ങനെ ഗ്യാസിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുവോ അതേപോലെ തന്നെയുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. ഒട്ടും ടേസ്റ്റിന് വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി ഇതുപോലൊരു കെറ്റിൽ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു ബിരിയാണി വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ 2 പേര് അല്ലെങ്കിൽ 3 പേരൊക്കെ കൂടി ഒരു റൂമൊക്കെ എടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ, ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് ഒരു കൊതിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അത്രയും പാത്രങ്ങളൊന്നും നമ്മൾ അങ്ങനെ താമസിക്കുമ്പോൾ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു കെറ്റിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചോറൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് വെക്കാം. കെറ്റിലിലേക്ക് നമുക്ക് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ അരിയും വെള്ളവും തിളച്ച് വരുന്ന ഒരു സമയത്ത് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി നോക്കരുത്. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് വെച്ചിരിക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് തിളച്ച് വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിത് ഓപ്പൺ ആക്കുന്നത്. നിങ്ങൾക്ക് ഈ ചോറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, സൂപ്പർ അല്ലേ എന്ന് നോക്കിക്കേ, കണ്ടോ? കറക്റ്റ് ആ ഒരു പാകത്തിൽ തന്നെയാണ് ചോറ്. വെന്ത് പോയിട്ടുമില്ല, ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, വേവാതെ ഇരുന്നിട്ടുമില്ല. കറക്റ്റ് പരുവമാണ് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതേ പരുവം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചോറൊക്കെ വെച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഈ ചോറ് നിങ്ങൾ ഇനി ഒരു സ്റ്റെയിനറിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം കളഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് അല്ലേ എന്ന് നോക്കിക്കേ, അടിപൊളി. ഇനി നമുക്ക് ജലദോഷവും പനിയും ഒക്കെ ഉള്ള സമയത്തും ഇതുപോലൊരു കെറ്റിലുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. വയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് കട്ടിലിൽ നിന്നൊക്കെ എണീക്കാൻ പോലൂടെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ജലദോഷത്തിന് നമുക്ക് ആവിയൊക്കെ പിടിക്കണമെങ്കിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തുളസിയിൽ ഇട്ട് കൊടുക്കുക. തുളസിയിലോ നിങ്ങൾക്ക് എന്താണോ, വിക്സോ എന്തെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, നമ്മൾ ആവി അടിക്കാനുള്ള എന്തെങ്കിലും. അതിനുശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ആവി ഇതിൽ നിന്നും വരും. സ്റ്റീമർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണോ ആവി അടിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടിലിൽ നിന്ന് എണീക്കാനൊക്കെ മടിയായിരിക്കുമല്ലോ, ജലദോഷവും പനിയൊക്കെ ഉള്ള ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്കൊരു ഹെർബൽ ടീയോ ചൂടുവെള്ളമോ സൂപ്പോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഈ ഒരു കെറ്റിൽ കൊണ്ട് നമുക്ക് പറ്റും കേട്ടോ. അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, ചായയോ കാപ്പിയോ ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇത്രയേറെ ഉപകാരങ്ങളുള്ള ഒന്നാണ് കെറ്റിലെങ്കിലും ഇത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലിയാണ്. പലർക്കും ഇത് എങ്ങനെ വൃത്തിയാക്കണമെന്നൊന്നും അറിയത്തില്ല. കെറ്റിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പതിവായിട്ട് നമ്മൾ കെറ്റിൽ വൃത്തിയാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്ത് ഇതുകൊണ്ടോ ഒരുമാതിരി ചോക്ക് പോലുള്ള വെള്ളപ്പൊടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് ബോർവെൽ വാട്ടർ യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ. ഇവിടെ ഞങ്ങൾക്ക് ബോർവെൽ വാട്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ചോക്ക് പോലൊരു പൊടി ഉണ്ടാകും. ഇതിൻ്റെ പേര് കാൽസ്യം കാർബണേറ്റ് എന്നാണ് കേട്ടോ. ഇതിനെ ലൈം സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. ഇത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. നമ്മൾ സാധാരണ രീതിയിലൊന്നും കഴുകിയാൽ ഇത് പോകത്തില്ല. ഇത് നമ്മൾ കഴുകിയെങ്കിലും പിന്നീട് ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വെള്ളപ്പൊടി പോലെ കാണപ്പെടും. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇച്ചിരി ഉണങ്ങിയ നാരങ്ങയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഉണങ്ങിപ്പോയ അല്ലെങ്കിൽ ചീഞ്ഞു പോയിട്ടൊക്കെയുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 2 നാരങ്ങയുടെ പീസും ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു നാരങ്ങയുടെ തൊണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിനി ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നാരങ്ങയും ബേക്കിംഗ് സോഡയും ഈ വെള്ളത്തിൽ ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് അങ്ങ് വെച്ചേക്കാം. ഒരു 10-20 മിനിറ്റ് അവിടെ അങ്ങ് വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള ആ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഇളകി വരും. ഇനി എടുത്തിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിലെ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ കൂടിയാണ്. നമുക്ക് കൗണ്ടർ ടോപ്പും കിച്ചൺ ടോപ്പും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മളിത് ക്ലീനാക്കി എടുക്കുന്നതും കൂടി. അപ്പോൾ ഇതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പൊടിയെല്ലാം ഇതുപോലൊന്ന് ഇളകി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് നിങ്ങൾക്കിത് ഉരച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കുറച്ചധികം ഉള്ളത് കൊണ്ട് ഞാനിത് ഇതേപോലത്തെ ഒരു സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് പോകുന്നുണ്ട്. മാക്സിമം നമുക്കിത് ഒരുപാട് അടിഞ്ഞു കൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരാഴ്ചത്തേതാണ്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും ഇത് ഒരുപാടായി തീരും.
അപ്പോൾ ഇതുപോലെ നമുക്കിത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെയുള്ള ഈ ഒരു പാടെല്ലാം പോകണമെങ്കിൽ ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ മതി. ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.